നമസ്കാരം. രാവിലെ പ്രമുഖ മലയാള പത്രങ്ങൾ വായിക്കാനെടുത്ത പലരും അമ്പരന്നു. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്നതായിരുന്നു ഒന്നാം പേജിലെ പ്രധാന വാർത്ത. രാവിലെയും വൈകിട്ടുമായി അരമണിക്കൂർ വീതം ലോഡ് ഷെഡിംഗ് വരുന്നു എന്നത് വായിച്ച വായനക്കാർ പലരും അമ്പരന്നു. എന്തു കാരണം കൊണ്ടാണ് ലോഡ് ഷെഡിംഗ് എന്നറിയാൻ പത്രം സൂക്ഷ്മമായി വായിച്ചപ്പോഴാണ് പലർക്കും കൂടുതൽ കൗതുകമായത്. 2012 സെപ്റ്റംബർ 27 വാർത്തയാണ്. മറ്റു വാർത്തകളിലൂടെ കണ്ണോടിച്ചു. പൂട്ടലിന്റെ വക്കിൽ KSRTC, 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ, സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം ട്രഷറി കാലി, ദേശീയപാത വികസനം മതിയാക്കി അതോറിറ്റി, ടാറിനും കുടിശ്ശിക, റോഡ് പണി നിലച്ചു എന്നിങ്ങനെ നീളുന്നു ഈ പേജിലെ വാർത്തകൾ. എല്ലാ വാർത്തകളുടെയും ഒടുവിൽ 10 വർഷം മുമ്പുള്ള ഒരു തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം അകത്തേക്ക് മറിച്ചപ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ്. വായനക്കാരെ കാത്ത് ഒന്നാം പേജിന്റെ അതേ മാതൃകയിൽ മറ്റൊരു പേജ്. ആദ്യത്തെ പേജിൽ കൊടുത്തിരുന്നതിനുള്ള മറുപടികളായിരുന്നു ആ പേജിൽ. UDF ഭരണകാലത്തെ പോരായ്മകളായിരുന്നെന്ന് പരിഹസിച്ചുകൊണ്ടുള്ള LDF കാല ഭരണത്തിൽ ഇതിനൊക്കെ പരിഹാരമായെന്നും കാണിച്ചുകൊണ്ടുള്ള സർക്കാർ പരസ്യമായിരുന്നു ഈ പേജുകൾ. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം +1 പരീക്ഷകൾ ആരംഭിച്ചു. കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA. കോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുംകര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ വല്ലക്കുന്നിലുള്ള നിപ്മർ ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകൾ ആരംഭിച്ചു. 3031 കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. +1 വിഭാഗത്തിൽ 4,11,025 പേരും +2 വിഭാഗത്തിൽ 4,52,437 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ രാവിലെ നടന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് +1 പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. +2 പരീക്ഷകൾ നാളെയാണ് ആരംഭിക്കുക. മാർച്ച് 30-ന് SSLC പരീക്ഷകളും മാർച്ച് 28-ന് ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളും അവസാനിക്കും. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിലെ പരീക്ഷകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. യുദ്ധം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്ത ഈ വിദ്യാർത്ഥികൾക്കായി പിന്നീട് പ്രത്യേക പരീക്ഷ നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. പറപ്പൂക്കര, പുതുക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച പന്തല്ലൂർ കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി KK രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയും അപാകതകളും ഉണ്ടെന്ന് ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് MLAയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥർക്കൊപ്പം കുണ്ടുകടവിലെത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയും അപാകതയും ഉണ്ടെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വികസനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ളതുമാണെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാർ, ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, LDF സർക്കാർ 29 കോടി രൂപയാണ് അനുവദിച്ചത്. 2 ഘട്ടങ്ങളിലായിട്ട്, 2 ഫേസായിട്ട്. റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ 23 കോടി രൂപയുടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് ഉദ്ഘാടനത്തിന് സജ്ജമാണ്. 2ാം ഫേസ് പണി അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 2ാം ഫേസിൻ്റെ പണി അപ്രോച്ച് റോഡാണ്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടന്ന് പണിയേണ്ട കാര്യമുണ്ട്. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കടന്ന് പണിയണമെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിലൂടെ നടന്ന് അതിലൂടെ ഇറക്കി സാധനം മെറ്റീരിയൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഇവിടെ കിഴക്കിൻ്റെ ഉദ്യോഗസ്ഥരും കരാറുകാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച് ഫസ്റ്റ് ഫേസിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഏത് സമയത്തും ചെയ്യാൻ കഴിയാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിക്കേണ്ടി വരും. അത് ആലോചിച്ച് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ച് സംഘാടന സമിതി എടുത്ത് അതിൻ്റെ ഡേറ്റ് നിശ്ചയിക്കും.
2 ഘട്ടങ്ങളിലായി കുണ്ടുകടവ് കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് അപ്രോച്ച് റോഡുകളും നിർമ്മിക്കുന്നതിന് കിഫ്ബിയിൽ നിന്ന് 29 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ ആദ്യഘട്ടമായി 23 കോടി രൂപ വിനിയോഗിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ടമായി അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണത്തിനുള്ള പ്രാരംഭ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുവരുന്നത്. പാലത്തിന്റെ അപ്പുറത്തേക്ക് അപ്രോച്ച് റോഡ് പണിക്കായി സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മണ്ണിട്ട് സൗകര്യമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുതകൾ ഇതായിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA പറഞ്ഞു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് A രാജീവ്, ജനപ്രതിനിധികളായ PD നെൽസൺ, K സുധാകരൻ, CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടകര. പോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുംകര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ വല്ലക്കുന്നിലുള്ള നിപ്മർ ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്നും ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരായ 2 പേരെയും ഡ്രൈവറെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭാശയ ക്യാൻസറിനെതിരെ ദേശീയ HPV വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ മാള ബ്ലോക്ക് തല പ്രോഗ്രാം നടന്നു. K കരുണാകരൻ സ്മാരക ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രസ്റ്റ് ക്യാൻസറൊക്കെ നമുക്ക് സ്വയം പരിശോധിച്ച് കണ്ടെത്താവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. പിന്നീട് വരുന്നതാണ് ഗർഭാശയ ക്യാൻസർ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ വാക്സിനിലൂടെ നമുക്ക് പ്രതിരോധിച്ച് നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു 1 ഡോസ് വാക്സിനേ ഉള്ളൂ. അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ PHCകളിൽ എല്ലാ 3 മാസം വരെ എല്ലാ വ്യാഴാഴ്ചകളിലും ഈ വാക്സിനേഷൻ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ PHCകളിൽ ഇമ്മ്യൂണൈസേഷൻ്റെ ഷെഡ്യൂൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത്. അപ്പോൾ എല്ലാവരും വാക്സിനേഷൻ എടുക്കുക. അതുപോലെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരികളോടും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ഫിലോമിന അലോഷ്യസ് വിഷയാവതരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ കൊടിയൻ, മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ജിനേഷ് എന്നിവർ സംസാരിച്ചു. 15 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്കാണ് HPV വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ നൽകുന്നത്. മാള മെഡ്സ് കോളേജിൽ ISTE സ്റ്റുഡന്റ് ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുൻ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറായ ഡോക്ടർ K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മെഡ്സ് ഗ്രൂപ്പ് CEO അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവിയമ്മ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോൾ മുണ്ടാടൻ, KN രമേശ്, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ A സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകളുടെയും രുദ്ര 2K26ന്റെ ഭാഗമായി നടന്ന ആർട്സ് ഡേ 2K26നോടനുബന്ധിച്ച് നടന്ന വിവിധ കലാമത്സരങ്ങളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ചെയ്തു. ലക്കി ഡ്രോ കൂപ്പണുകളുടെ സമ്മാന വിതരണവും നടത്തി. മുസ്ലിം സർവീസ് സൊസൈറ്റി വെള്ളാങ്ങല്ലൂർ യൂണിറ്റിന്റെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് AK അബ്ദുൾ റഹ്മാൻ റമദാൻ സന്ദേശം നൽകി. വാർഡ് മെമ്പർ അസ്മ ലത്തീഫ് റമദാൻ കിറ്റ് വിതരണം നിർവഹിച്ചു. MSS ജില്ലാ സെക്രട്ടറി ഗുലാം മുഹമ്മദ്, ജില്ലാ ട്രഷറർ MP ബഷീർ, നൂറുദ്ദീൻ അറക്കൽ, യൂസഫ് കായംകുളം, PK ജസീൽ, സദഖത്തുള്ള എന്നിവർ സംസാരിച്ചു. ഒരു 4 വയസ്സ് അവനെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ സ്കൂളിൽ പറഞ്ഞയക്കണം. സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവിടെ സഹായിക്കാൻ അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കാൻ അധ്യാപകന്മാർ വേണം. അപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയുടെ കാര്യം പറയുന്നത്, നേരം ഒരു പശുക്കുട്ടിനെ പ്രസവിക്കുകയും ചെയ്യാൻ 1 മിനിറ്റോട് ഓടി കാര്യങ്ങളൊക്കെ നടത്തും. മനുഷ്യക്കുട്ടീനെ സഹായിക്കാൻ ആൾക്കാരെ ആവശ്യമുണ്ട്. ജനിച്ചു കൂടുമ്പോൾ തന്നെ പിന്നെ സ്കൂളിൽ പോയാൽ അത് കഴിഞ്ഞ് അവന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലി കൊടുക്കണമെങ്കിൽ ആരെങ്കിലും സഹായിക്കണം, ആരെങ്കിലും ജോലി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ജോലി കൊടുക്കുന്ന ആളായിരിക്കണം, ഏതെങ്കിലും ഒരു മാർഗത്തിലായിരിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഈ വർഷത്തെ SSLC ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം +1 പരീക്ഷകൾ ആരംഭിച്ചു.
കാനത്തോട് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കെ രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് വികസന പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണെന്ന് MLA. കോട്ട 3 പീടിക പാതയിൽ കല്ലേറ്റുംകര വല്ലക്കുന്നിന് സമീപം സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ വല്ലക്കുന്നിലുള്ള നിപ്മർ ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.